ദേശം അരികിൽ കേൾക്കുന്നു ഞാനാ ശബ്ദം. അകലെ കാണുന്നു ഞാനാ ദേശം അരികിൽ കേൾക്കുന്നു ഞാനാ ശബ്ദം. കാനാനിൽ നിനക്കായി കൺമണി പോലെ കാത്തു സൂക്ഷിച്ചൊരു ദേശം. കാനാനിൽ നിനക്കായി കൺമണി പോലെ കാത്തു സൂക്ഷിച്ചൊരു ദേശം. വാഗ്ദത്ത ദേശം നിൻ മുമ്പിൽ അകലെ കാണുന്നു ഞാനാ ദേശം അരികിൽ കേൾക്കുന്നു ഞാനാ ശബ്ദം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നതായ ഭാഗം നേരിട്ട് സമ്മതിദായകരിലേക്ക് എന്ന വിഷയം ആസ്പദമാക്കിയാകുന്നു. ദൈവത്തിൻ്റെ തിരുവചനം ഇങ്ങനെ അറിയിക്കുന്നു. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. ക്രിസ്തയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഈ വചനങ്ങൾ അദ്ദേഹം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. വേദവാക്യം നമ്മളെ അറിയിക്കുന്നത്, ഈ നാളുകളിൽ ആശയവിനിമയം നടത്തുമ്പോൾ അത് മറ്റുള്ളവരിൽ എത്തിക്കേണ്ടതിന് മുഖാമുഖമല്ല, അതിലപ്പുറമായി ആധുനിക കാലഘട്ടത്തിൻ്റെ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് മീഡിയകളിലൂടെ ആശയവിനിമയങ്ങൾ നടത്തുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. വികസിത രാഷ്ട്രങ്ങളിലുള്ളതായ ജനങ്ങൾ ഈ കാലഘട്ടത്തിൽ 2 പേരും അവരുടെ മീഡിയകളിലൂടെയാകുന്നു വാർത്തകൾ ഗ്രഹിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആയതുപോലെ തന്നെ ഇലക്ഷൻ സമ്പ്രദായങ്ങൾ വരുന്ന സമയത്തും സ്ഥാനാർത്ഥികൾ തങ്ങളുടേതായ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതും മീഡിയകളിലൂടെയാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നേരിട്ട് ആശയവിനിമയം നടത്തുക എന്നുള്ളത് ഇപ്പോൾ അത് വളരെ പ്രയാസകരമായിരിക്കുന്ന ഒരു കാലഘട്ടമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നാം എന്തുകൊണ്ടാകുന്നു ആ ഒരു കാര്യം ചിന്തിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, പാപങ്കരമായിരിക്കുന്ന ലോകത്ത് ദൈവം നേരിട്ട് തൻ്റെ മക്കളുമായി സംസാരിക്കുന്നതായ ആ ബന്ധം മുറിയപ്പെട്ടിരിക്കുന്നു. യെശയ്യാ പ്രവചനം 59 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ അകൃത്യം മൂലം ദൈവം നേരിട്ടുള്ളതായ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ശേഷം കർത്താവായ യേശുക്രിസ്തുവിലൂടെ രക്ഷാപദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നുവെങ്കിലും ആ ദൈവം ഓരോ കാലഘട്ടങ്ങളിൽ തൻ്റെതായ ജനങ്ങളെ അറിയിക്കേണ്ടതായ സത്വർത്തമാനങ്ങൾ അല്ലെങ്കിൽ രക്ഷാപദ്ധതികളെക്കുറിച്ച് ദൈവം തൻ്റെ ദാസന്മാരിലൂടെ അറിയിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. കാലാകാലങ്ങളിൽ ദൈവം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടതായ തൻ്റെ ഭക്തന്മാർ മുഖാന്തരം ദൂതുകളെ അറിയിക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ കർത്താവ് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കപ്പെട്ടു. അവർക്ക് നൽകിയതായ ഈ ദിവ്യ ദർശനങ്ങൾ അപ്പോസ്തലന്മാർ തങ്ങളുടെ ശിഷ്യന്മാരുമായി പങ്കുവെക്കുകയും ശിഷ്യഗണങ്ങളിലൂടെ അനേക ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ നാളുകളിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഈ വലിയ ദൗത്യം, രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികളെയും അറിയിക്കുക എന്നത് നമ്മെക്കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന ആയതിനാൽ നാം ആയിരിക്കുന്ന സഭകൾ, നാം സഹകരിക്കുന്ന വ്യക്തികൾ, നമ്മുടേതായ സമൂഹവുമായി ഈ ദൂതുകൾ ഷെയർ ചെയ്യണമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളെ അതിനായി പരിശീലിപ്പിച്ച് അവർക്ക് ആ നിർദ്ദേശം നൽകി മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യുവാൻ നമ്മൾ ഓരോരുത്തരെയും പ്രാപ്തരാക്കുക. കർത്താവ് പറയപ്പെടുന്നത് എല്ലാവരെയും ശിഷ്യരാക്കിക്കൊള്ളുക എന്താണെന്ന് പറയപ്പെടുന്നത്. ആയതുപോലെ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ദൂത് മറ്റുള്ളവരെ അറിയിക്കുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നുവെങ്കിൽ നാം അവ സ്വായത്തമാക്കിയിട്ട് നമ്മൾ കഴിയുന്നതായ നമ്മുടേതായ സഹവിശ്വാസികളുമായി അത് പങ്കുവെച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. രാജ്യത്തിൻ്റെ സുവിശേഷം എത്രയും വേഗത്തിൽ ലോകത്ത് മുഴുവനും അറിയിക്കപ്പെടേണ്ടതായ ഉത്തരവാദിത്തം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ദേശം നമ്മെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കൃപകൾക്കായി ആ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുടയ്ക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹമായ നല്ല ദിവസത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നൽകിയ വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഈ നാളുകളിൽ അവിടെ ഏൽപ്പിച്ച ദൗത്യം
അവിടുത്തെ ദാസന്മാർ ചെയ്തതുപോലെ കർത്താവെ ശിഷ്യഗണങ്ങളെ വാർത്ത് വലുതാക്കി അവർക്ക് ഇത് കർത്താവ് പകർന്നു കൊടുക്കുകയും അവരായിരിക്കുന്ന ദേശങ്ങളിൽ ദൈവം വ്യാപിപ്പിക്കേണ്ടതിനും ഈ അന്ത്യനാളുകളിൽ എത്രയും വേഗത്തിൽ ദൂതുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള കൃപ നൽകുമാറാകണം പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്മാർ കർത്താവ് തങ്ങളുടേതായ കൂട്ടുവേലക്കാരുമായി കൈകോർത്തതുപോലെ ഈ നാളുകളിൽ അവിടുത്തെ മക്കൾ ദൈവമേ കൈകോർത്തുകൊണ്ട് അവിടുത്തെ ദൂത് അറിയിക്കുവാൻ പ്രാപ്തരാക്കണം. മാനവ മഹത്വം സ്വീകരിക്കണം. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.